ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. നമ്മളൊരു സൺഡേ റൈഡ്, ഒരു വൺ ഡേ റൈഡ് പോകാനുള്ള പരിപാടിയാണ്. സൺഡേ ആണ് നാളെ. അപ്പം ഒരു വൺ ഡേ ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാ പരിപാടികളെല്ലാം എടുക്കി ഒരുപാട് ഗിയേഴ്സ് ഒന്നും കൊണ്ടുവന്നില്ല. നമ്മൾ അത്യാവശ്യമുള്ള ടാങ്ക് ബാഗ്, നമ്മുടെ ഒരു ജാക്കറ്റ്, ഒരു ഹൈഡ്രേഷൻ ബാഗ്, ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരു 4:10 ആയപ്പോഴത്തേക്ക് എണീറ്റ് നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് വിളിച്ചു. നമ്മൾ നേരെ കൊട്ടാരക്കര വന്നൊരു ചായ കുടിക്കാൻ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അവരുണ്ടെന്ന്. അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചായ കുടിച്ച് ഇങ്ങനെ നല്ല തണുപ്പത്ത് രാവിലെ ചായ കുടിക്കാൻ രസമാണ്. പിന്നെ നമ്മളിവിടെ നിന്ന് റൈഡ് ചെയ്യുന്നത് നമ്മുടെ ടീം റോയൽ റൈഡേഴ്സ് എന്ന് പറഞ്ഞ ഫാമിലിയാണ്. അപ്പോൾ അവരോടൊരു 17 പേരുണ്ടായിരുന്നു റൈഡ് ചെയ്യാനായിട്ട്. 11 ബൈക്കും 17 റൈഡുമാണ്. 17 റൈഡേഴ്സുമാണ് നമ്മളിവിടെ ഉള്ളത്. കൊട്ടാരക്കര ടു അടൂർ പോകുന്ന റൂട്ടിൽ ഫസ്റ്റ് പമ്പിൽ അവർ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി, അവരോട് ജോയിൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പമ്പിൽ ചെന്ന് എല്ലാവരും കണ്ടു. അവിടെയൊക്കെ മീറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങാമെന്ന് വെച്ചു. യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ടോട്ടൽ കിലോമീറ്റർ വന്നേക്കുന്നത് 83 കിലോമീറ്ററാണ് നമുക്ക് വൺ സൈഡ് കാണിക്കുന്നത്, നമ്മുടെ ഇല്ലിക്കൽ കല്ലിലോട്ട് പോകുന്നത് സൈഡ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എക്സ്പ്ലോർ ചെയ്ത ശേഷം ഫ്രണ്ട് സൈഡ് പോകുന്ന വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ടിക്കായം വാട്ടർഫാൾസും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ റാന്നിയിലെത്തി. റാന്നിയിൽ നമ്മൾ സ്ഥിരം റൂട്ടിൽ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, ഗ്രാൻഡ് ഹോട്ടൽ. നമ്മൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ വെച്ചു. മിക്കവാറും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് ആവാത്തത്, പക്ഷേ ഇന്നത്തെ ഭാഗ്യം നമുക്ക് ഫുഡ് കിട്ടി. അപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വെളിയിൽ ഇറങ്ങി കുറച്ച് നേരം നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വെച്ചു. ഒരു 15-20 മിനിറ്റോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ 15 to 20 മിനിറ്റ് മാക്സിമം അതിനകത്ത് നിന്നോളൂ. കാരണം നമുക്ക് ടൈം കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു, അതനുസരിച്ച് എത്തണമായിരുന്നു. നമ്മൾ മൂവാറ്റുപുഴ പൊൻകുന്നം ആ റൂട്ടിലൂടെ കയറിയുമ്പോൾ നമുക്ക് കുറച്ച് മഴ കിട്ടി, ചെറിയ ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ. നല്ല വൈബായിരുന്നു, നല്ല തണുത്ത കാറ്റും ആ ഒരു വൈബിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ തോന്നുന്നു ഓടിക്കുന്ന, ഞാൻ ബാക്കിൽ നിന്ന് 2 വീഡിയോ എടുക്കട്ടെന്ന് പറയുമ്പോൾ പുള്ളി വണ്ടി ഓടിച്ചു. ഞാൻ ബാക്കിൽ 2 വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്തു. ബാക്കിലും ഫ്രണ്ടിലൊക്കെ വരുന്ന വണ്ടിയുടെ ഫോട്ടോസൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നല്ല വൈബായിരുന്നു കഴിച്ച്. ഈ മഴ പെയ്യുമ്പോൾ മഴയത്ത് യാത്ര ചെയ്യാനായിട്ട് എന്ത് രസമെന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല.
നമ്മളെ നീണ്ട 3 മണിക്കൂറോളം യാത്ര കഴിഞ്ഞ് നമ്മൾ ഇല്ലിക്കലിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേക്ക് ഫുള്ള് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്, ടൂറിസ്റ്റ് ആൾക്കാർ ഇഷ്ടംപോലെ, ഫാമിലീസ്, കപ്പിൾസ്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു സൺഡേ ആയിട്ട്. ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ, കാരണം കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. നമ്മളങ്ങോട്ട് ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴെ ഇങ്ങനെ കോട കയറി വരാൻ തുടങ്ങിയ ഒരു കയറക്കം. നമ്മൾ മേളിൽ ചെന്നപ്പോൾ നമുക്ക് ആ ഇല്ലിക്കലിക്കൽ കാണാനേ വയ്യാത്ത രീതി മൊത്തം കോടമഞ്ഞ് മൂടി നിൽക്കുമായിരുന്നു. കുറേ നമ്മളെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിന് നമ്മളെങ്ങനെ ചോദിച്ചു. പുള്ളി പറഞ്ഞു അടിപൊളി എന്ന് പറഞ്ഞു. റൈഡും അടിപൊളിയായിരുന്നു. നമ്മൾ ഇല്ലിക്കലിക്കൽ കയറാൻ പോകുമെന്ന് പറഞ്ഞു. നമ്മളവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്തു. ജീപ്പിനകത്ത് ഏതാണ്ട് 39 ജീപ്പിനും 13 നമ്മുടെ വണ്ടി പാർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്നത്. 59 ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ജീപ്പിനകത്ത് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മേലോട്ട് ദൂരം ചെന്നപ്പോഴത്തേക്ക് കുറേ പിള്ളേർ സെറ്റെല്ലാം കൂടെ ഇവിടെ റോഡിലൊക്കെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ശരിയല്ല, കാരണം ജീപ്പ് കയറുന്ന സ്ഥലമാണ്. അപ്പം കുറച്ചുകൂടി ശ്രദ്ധിച്ച് ആൾക്കാർ നിൽക്കണമെന്ന് പറയാനുണ്ട്. കാരണം കുറച്ച് കെയർ ആയിരുന്നു. കാരണം പെട്ടെന്ന് പറയാൻ പറ്റില്ല, ആ ജീപ്പാണ്, കയറ്റമാണ്, ഇവർ നല്ല കാല് കൊടുത്താണ് കയറി പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ തന്നെ കെയർ ചെയ്ത് തന്നെ എല്ലാം പക്കാ രീതിയിൽ തന്നെ ചെയ്യാന്നുള്ളത് പറയാനുള്ളത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ലോങ് ആയിപ്പോൾ ഒരുപാട് വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്തി വെക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മളുടെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.